ഇനി നമ്മൾ കാസർഗോഡ് മണ്ഡലത്തിന്റെ വിശകലനത്തിലേക്കാണ് പോകുന്നത്. സിറ്റിംഗ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ യു.ഡി.എഫിന് വേണ്ടി രംഗത്തിറങ്ങിയപ്പോൾ എൽ.ഡി.എഫിനായി കാസർഗോഡ് CPM ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായി MV ബാലകൃഷ്ണനാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. NDA സ്ഥാനാർത്ഥിയായ ML അശ്വിനിയും മികച്ച മത്സരമാണ് അവിടെ കാഴ്ചവെച്ചത്. AK അഭിലാഷ് നൽകും വിവരങ്ങൾ. അഭിലാഷ്, എന്താണ് എക്സിറ്റ് പോൾ ഫലങ്ങളോട് ഇവരുടെ പ്രതികരണം, സ്ഥാനാർത്ഥികളുടെ പ്രതികരണം? രാജ്മോഹൻ ഉണ്ണിത്താൻ എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ ജയിക്കുകയാണെങ്കിൽ എത്രത്തോളം ഭൂരിപക്ഷം നേടാനാകുമെന്നാണ് സിറ്റിംഗ് MP പ്രതീക്ഷിക്കുന്നത്? നമുക്കറിയാം, MV ബാലകൃഷ്ണൻ CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ മത്സരരംഗത്തിറങ്ങി. വലിയ പ്രതീക്ഷയാണ് മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിൽ CPM-ന് നൽകിയിരിക്കുന്നത്. ML അശ്വിനിയും മികച്ച പോരാട്ടം തന്നെ അവിടെ കാഴ്ചവെച്ചുവെന്നാണ് BJP തന്നെ വിലയിരുത്തുന്നതും. എങ്ങനെയാണ് മണ്ഡലത്തിലെ അവസാനവട്ട ചർച്ചകൾ? വിനീത, എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇരു വിഭാഗത്തിനും വലിയ തരത്തിലുള്ള പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. അതേസമയത്ത് ഇതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഇടതുമുന്നണിയാണെങ്കിൽ ഏതാണ്ട് 10,000-ലേറെ വോട്ടുകൾക്ക് വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കഴിഞ്ഞ 35 വർഷക്കാലം തങ്ങൾ സ്വന്തം കൈവശം വെച്ചിരുന്ന മണ്ഡലം 2019-ലാണ് കൈമോശം വന്നിരിക്കുന്നത്. അത് തിരിച്ചു പിടിക്കാൻ തന്നെയാണ് MV ബാലകൃഷ്ണൻ മാസ്റ്ററെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ തന്നെ CPM മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നത്. അതേസമയത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ 2019 മണ്ഡലത്തിലെത്തുന്ന സമയത്ത് അദ്ദേഹം ജനകീയനായ ഒരു നേതാവായിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് അദ്ദേഹം ഈ മണ്ഡലത്തിൽ വളരെ സജീവമാകുകയും വിവാഹ സൽക്കാരങ്ങളിലും അതോടൊപ്പം തന്നെ മരണവീടുകളിലും അതോടൊപ്പം തന്നെ ഈ ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുകയും വലിയ തരത്തിൽ ജനകീയ സ്വഭാവം കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്തവണ രാജ്മോഹൻ ഉണ്ണിത്താനെ പരിചയപ്പെടുത്തേണ്ടുന്ന ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് UDF കേന്ദ്രത്തിൻ്റെ വലിയൊരു പ്രതീക്ഷ. മറ്റൊന്ന്, ഏതാണ്ട് 43% ന്യൂനപക്ഷ വോട്ടുകളാണ് മണ്ഡലത്തിലുള്ളത്. അതിൽ 36%-ലേറെ വോട്ടുകൾ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെതായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാനുള്ള ശ്രമമായിരുന്നു തുടക്കം മുതലുണ്ടായിരുന്നത്. ഇതിൽ LDF ആയിരുന്നു മുന്നിട്ട് നിന്നത്. പ്രത്യേകിച്ച് CA അടക്കമുള്ള വിഷയങ്ങളിൽ പ്രചാരണം ശക്തമാക്കുകയും മുസ്ലിം വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമവും നടത്തി. പക്ഷേ ഇതിനിടയിലാണ് റിയാസ് മൗലവി വധവുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് LDF കേന്ദ്രങ്ങളെ വലിയ തരത്തിൽ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ലീഗ് അടക്കമുള്ള സംഘടനകൾ, അതോടൊപ്പം തന്നെ സമസ്തയും സുപ്രഭാതവും അടക്കമുള്ള സംഘടനകളൊക്കെ ഈ ഒത്തുകളി BJP-യും അതോടൊപ്പം തന്നെ CPM-ഉം ഒത്തുകളിച്ചു എന്നുള്ള ആരോപണമായി രംഗത്ത് വരികയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ ആർക്ക് അനുകൂലമാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇപ്പോൾ നിലവിലുണ്ട്. ഏതായാലും ബാലകൃഷ്ണൻ മാസ്റ്ററെ രംഗത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് CPM വലിയ തരത്തിലുള്ള പ്രതീക്ഷകളായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. പ്രത്യേകിച്ച് 82 വയസ്സുള്ള ഒരു നേതാവാണ്. ഈ കാര്യത്തിൽ CPM-ന് ചില വീഴ്ചകൾ സംഭവിച്ചോ എന്നുള്ള സംശയം കൂടി ഏതായാലും CPM കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഏതായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ തരത്തിലുള്ള പ്രതീക്ഷകൾ മുന്നോട്ട് വയ്ക്കുന്നു. 40,000-ലേറെ വോട്ടുകൾക്ക് UDF ജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. അതേസമയത്ത് 1,00,000-ലേറെ വോട്ടുകൾക്ക് ജയിക്കുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. AK അഭിലാഷാണ് കാസർഗോഡിന്റെ സമഗ്ര ചിത്രം നൽകിയത്. നമുക്കിനി